السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ബഹുമാന ആദരവ് നിറഞ്ഞ നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ മദ്രസ മാനേജ്മെന്റ്, മറ്റു ഭാരവാഹികൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാർ, കാരണവന്മാർ, ഉമ്മപെങ്ങന്മാർ, സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, അല്ലാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. സുദീർഘമായ ഒരു ഭാഷണത്തിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിട്ട വരുത്താൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് അനിവാര്യമെങ്കിലും സമയപരിധി മൂലം ഉള്ള സമയം ഉപയോഗപ്പെടുത്തി ഇൻഷാ അല്ലാഹ് 2 ആഴ്ച കൂടുമ്പോൾ മദ്രസയിൽ വെച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു മജ്‌ലിസിന് നമുക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക അന്തരീക്ഷത്തിലും കുടുംബപരമായ ഇണക്കത്തിലും നന്മയിൽ അധിഷ്ഠിതമായ രൂപത്തിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് നൽകിയതായ ആയുസ്, ആ ആയുസ് നമുക്കറിയാം. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് മരണമുണ്ട്. ആ മരണാനന്തര കാലത്തേക്ക് ഈ ദുനിയാവിലേക്ക് നമ്മളെ ഒരു പരീക്ഷണശാലയായി, ഒരു പരീക്ഷാ ഹാളിലേക്ക് അയക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയുമായിട്ടാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടത്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഈ ദുനിയാവിൽ ഒരു മിസ്ഖാല ദർറത്ത്, ഒരു ചെറിയ അണുവിൻ്റെ അത്ര, അഥവാ ഒരു ടെലസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൽ തെളിയുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയയുടെ അത്ര ഒരു നന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മീസാനിലുണ്ടാകും. ഇനി അതേപോലെ തന്നെ ഒരു ചെറിയ അണുവിൻ്റെ അത്ര തിന്മ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരു ശർറാണ് അവൻ ചെയ്തെങ്കിലും അവനത് കണ്ണാൽ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നീട്ടിപ്പരത്തി പറയാതെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്തായി സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2 തരത്തിൽ ആ മാറ്റങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, വിദ്യാഭ്യാസ സാങ്കേതിക രംഗത്ത് ഒരുപാട് പുരോഗതികളുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിത മാർഗത്തിലും പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലകളിലും ബിസിനസ് മേഖലകളിലും കുടുംബ മേഖലയിലുമൊക്കെയും ഒരുപാട് പുരോഗതികൾ ശാസ്ത്ര സാങ്കേതികമായി വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ കാര്യം തന്നെയാണ്. എത്രത്തോളം നമ്മുടെ മതപഠനത്തിൽ പോലും നമുക്കറിയാം, ഒരു കാലത്ത് ഇതുപോലെ മൈക്ക് ഉണ്ടായിരുന്നില്ല, ഇതുപോലെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ഇതുപോലെ ഫാൻ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലും ചിമ്മിനി വിളക്കിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പഠിച്ചിരുന്നൊരു കാലം. ഉസ്താദുമാർ ബിരുദമെടുക്കാൻ പൊന്നാലിയിൽ വിളക്കത്തിരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെയും മാറ്റങ്ങൾ സംഭവിച്ചു. അറബി കോളേജുകൾ വന്നു, ദർസുകൾ പുരോഗമിച്ചു, മദ്രസകൾ പുരോഗമിച്ചു.
ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദീനിയായ മേഖലയിലും ഭൗതികമായ മേഖലയിലുമൊക്കെയും ഒരുപാട് പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സമൂഹത്തിനുണ്ടായ മറ്റൊരു മാറ്റമാണ് സാംസ്കാരിക സദാചാര രംഗത്ത് നന്മയിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾ പഴമയെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് പിറകോട്ടാണ്. ഒരുപാട് എന്നല്ല, ഒരുപാട് പിറകോട്ടാണ്. പഴയകാലത്ത് നമുക്കിടയിലുണ്ടായിരുന്ന സൗഹൃദവും സുഹൃതവും ഇണക്കവും അതുപോലെ തന്നെ പരിഗണനയും ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മളിലുണ്ടായിരുന്ന ഒരുപാട് നന്മകൾ എടുത്തു കളഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഈ വ്യാപനത്തോടുകൂടി, സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം വികസിച്ചതോടുകൂടി ആർക്കും എന്തും എങ്ങനെയും ആകാമെന്ന ദുരവസ്ഥയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആൺപെൺ വ്യത്യാസമില്ല, ചെറിയവരെന്നോ വലിയവരെന്നോ എന്നില്ല, ജാതിമത വ്യത്യാസമില്ല, ലിംഗവ്യത്യാസമില്ല. എല്ലാവരിലും ശ്രദ്ധായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. നമുക്കറിയാം, പഴയകാലത്ത് നമുക്ക് സംസ്കാരം, മാന്യത എന്നൊക്കെ ഒരു കാലം നാം വിളിച്ചിരുന്ന ഒരുപാട് അർത്ഥവത്തായ മൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം അതിർവരമ്പുകൾ തകർന്ന് തകരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. വല്ലാത്ത വേദനയുള്ള കാര്യമാണ്. മുസ്ലിമായാലും അമുസ്ലിമായാലും തനിക്ക് തോന്നിയതെന്തോ അതാണ് എൻ്റെ ലൈഫ് എന്നത് സിസ്റ്റത്തിലേക്ക് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, സ്ത്രീയും പുരുഷനും പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പാലിച്ചിരുന്ന വസ്ത്രധാരണത്തിലെ മാന്യത പോലും വലിച്ചെറിയുന്നൊരു കാലഘട്ടം. പഴയകാലത്ത് അതല്ലെങ്കിൽ ബെഡ്റൂമിൽ തൻ്റെ ഭാര്യയും ഭർത്താവും ഒറ്റക്കാകുന്ന സമയത്ത് ധരിച്ചിരുന്ന വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമൂഹത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. ഇവിടെയൊക്കെയും നമുക്ക് മാനദണ്ഡങ്ങളുണ്ട്. അവിടെയൊക്കെയും നമ്മൾ പറയപ്പെടുന്നത് എൻ്റെ ബോഡി, എൻ്റെ ചോയ്സ്, എൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി, മൈ ചോയ്സ്, മൈ ഫ്രീഡം എന്നുള്ളതാണ്. അതിനെതിരെ ആരെങ്കിലും ഒരാളൊന്ന് ശബ്ദിച്ചു കഴിഞ്ഞാൽ, നിന്റെ ഈ വേഷവിധാനം, നിന്റെ ഈ മുടിയുടെ കോലം, നിന്റെ ഈ നടത്തിപ്പൊന്ന് മോശമാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളെ തെരുവിലൂടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആക്ഷേപിക്കുന്ന അതിനൊരു ഓമന പേരും തന്തവൈബ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷമാണ്. ഒരാളെ ഉപദേശിക്കാൻ നിർവാഹമില്ല. ഉപദേശിച്ചവൻ കുറ്റക്കാരനാകുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെയും ജീവിക്കുന്നത്. അവിടെയാണ് ഒരു മുസ്ലിം എങ്ങനെയാവണമെന്നുള്ള ഒരു വിഷയത്തിൻ്റെ പ്രശസ്തി കിടക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം, ഇന്ന് റീൽസിനും പബ്ലിസിറ്റിക്കും വേണ്ടി എന്ത് പറയാനും നാണമില്ലാത്തൊരു കാലഘട്ടമാണ്. പച്ചക്ക് തെറി പറയുന്നവർക്ക് 1000 ഫോളോവേഴ്സ് ഉള്ള കാലഘട്ടം. അതിനെ അനുകരിച്ചുകൊണ്ട്, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്ന കാലഘട്ടം. അത് വലിയ അഭിമാനമായി കാണുന്ന കാലഘട്ടം. മിണ്ടുന്നവൻ കുറ്റക്കാരനാകുന്ന കാലഘട്ടം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതും ഇന്നും ഇന്നലെയുമല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പേ ഇത്തരമൊരു സാഹചര്യത്തെ കുറിച്ചും അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന വ്യാപകമായ അപകടത്തെക്കുറിച്ചും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. തിന്മ വരുന്നുണ്ട്, നിന്നെ വഴിപിഴപ്പിക്കാൻ നീ നേർവഴിയിലൂടെ നടക്കണമെന്ന് ചിന്തിച്ചാലും നീ അറിയാതെ, നീ പോലും അറിയാതെ നീ വഴിപിഴച്ചു പോകുന്ന ഒരു സമൂഹത്തിലായിരിക്കും നിന്റെ ജനനം. ആ ഒരു കാലഘട്ടം ഇനി വരാനുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, മുത്തുനബി ഇത് നമ്മെ പഠിപ്പിച്ചു തന്നത് അല്ലാഹുവിന്റെ റസൂല് അന്നേ പറഞ്ഞതല്ലേ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തടിയൂരാൻ നമുക്കാകില്ല. കാരണം നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു കൊടുമ്പളവിൽ ഒരു ബോർഡ് കാണുകയാണ്, അപകട വളവ് എന്നുള്ളത്. ഇവിടെ എന്തായാലും അപകടമുണ്ടാകുമെന്ന് ചിന്തിച്ച് നമ്മളുടെ ബ്രേക്കിന് ഷട്ട് ഡൗൺ ചെയ്യാതെ അതേ പോക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? അപകടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപകടമുണ്ട്, അപകടം വരാനുണ്ട്, നീ സൂക്ഷിച്ചു പോകണമെന്ന സൂചനയാണ് അവിടെ നൽകുന്നത്. മഴക്കാലമാണ്,
നമ്മളൊരു റോഡിലൂടെ ഒരു വാഹനമായിട്ട് പോകുമ്പോൾ ഇതിലൂടെ പോകുന്ന സമയത്ത് നമ്മളെ ഒരു കൂട്ടുകാരൻ കാണുമ്പോൾ നമ്മൾ ഉപദേശിക്കുകയാണ്, ഈ റോഡ് വല്ലാത്ത ഗട്ടറാണ് കേട്ടോ. നമ്മൾ ഉണർത്തുന്നതിനാണ് ആ ഗട്ടറിൽ ചാടി നിനക്കും നിന്റെ കൂടെയുള്ള ആളുകൾക്കും അപകടം സംഭവിക്കരുത്, അതുകൊണ്ട് നീ സൂക്ഷിച്ചു പോകണമെന്നുള്ള മുന്നറിയിപ്പാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് തിന്മ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിന്മയുടെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജനനമുണ്ടെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മകൾ നമുക്ക് ചെയ്യാനുള്ളതല്ല, മറിച്ചോ ആ തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ഒരു മുസൽമാൻ, ഒരു മുഅ്മിൻ എങ്ങനെയാകുന്നുവോ അതിൽ നിഷ്ഠിതമായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണമെന്നാണ്. നമുക്കറിയാം ഇസ്ലാമിന് 3 മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ഒന്ന് ഈമാനാണ്, മറ്റൊന്ന് ഇസ്ലാമാണ്, മറ്റൊന്ന് ഇഹ്സാനാണ്. ഈമാൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും അവിടുത്തെ കിതാബുകളെ കുറിച്ചും മലായികത്തിനെ കുറിച്ചും സ്വർഗവും നരകവും ഈ തുടങ്ങിയതായ ഇതിലെല്ലാം ദൃഢമായി വിശ്വാസം അർപ്പിക്കലാണല്ലോ ഈമാൻ. ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മപരമായ ആരാധനപരമായ നിസ്കാരവും സക്കാത്തും നോമ്പും സദഖയും തുടങ്ങിയ കാര്യങ്ങളാണ് ഇസ്ലാമികപരമായ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊന്നാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇഹ്സാൻ നന്മ എന്ന് പറയുന്നത്, സംസ്കാരം, മാന്യത എന്ന് പറയുന്നത്. ഹബീബായ മുത്തുനബിയോട് ഇഹ്സാനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ബുഖാരി കൂടിയ ഹദീസാണ്. എന്താണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ, എന്താണ് മാന്യത എന്ന് പറഞ്ഞാൽ, എന്താണ് നന്മ എന്ന് പറഞ്ഞാൽ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഒരൊറ്റ ഹദീസിൽ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അൻ തഅബുദല്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം. എങ്ങനെ? കഅന്നക തറാഹ്, അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ. നീ എന്ത് ചെയ്യുമ്പോഴും അല്ലാഹു അത് കാണുന്നുണ്ട് എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇത് സോഷ്യൽ മീഡിയ ആവട്ടെ, കുടുംബമാവട്ടെ, പഠനമാവട്ടെ, ജോലിയാവട്ടെ, സമൂഹമാവട്ടെ, നമ്മൾ ഉൾക്കൊള്ളുന്ന ഏതൊരു മേഖലയാണെങ്കിലും അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കണം ഓരോ ദിനവും നിന്നിൽ ഉദിക്കേണ്ടതും നിന്നിൽ അസ്തമിക്കേണ്ടതും. അപ്പോഴേ ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തിന്മയെ തിന്മയായി കാണുവാനും അത് മോശപ്പെട്ട കാര്യങ്ങളെ മോശമാണെന്ന് തിരിച്ചറിയുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമ്മൾ സന്നദ്ധരാവണം. കാരണം തിന്മ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അശ്ശറു ഇസ്തിഖ്ബാലു ഇലന്നാസ്, തിന്മ ജനങ്ങളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കും. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കളവ് ഊരു ചുറ്റി തിരിച്ചു വരുമ്പോഴേ സത്യം ചെരിപ്പിടുകയുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളവ് എല്ലായിടത്തും പറഞ്ഞതിന് ശേഷമായിരിക്കും സത്യം എന്താന്നുള്ള ആൾക്കാർ അറിയുള്ളൂ. അപ്പോഴേക്കും മനുഷ്യന്റെ അഭിമാനവും അതുപോലെ തന്നെ സ്റ്റാറ്റസും കുടുംബത്തിലുള്ള നിലയും വിലയും എല്ലാം തകർന്നിട്ടുണ്ടാകും. സത്യം നമുക്ക് മനസ്സിലാകുന്നതിന് മുമ്പേ നമ്മൾ വഴിപിഴച്ച മാർഗത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ജനങ്ങൾ ഒരു പേര് ചാർത്തപ്പെടും, പിഴച്ചവനാണവൻ എന്നുള്ളത്. പിന്നെ നമ്മൾ എത്ര നന്മയായ പ്രവർത്തനം കാണിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്ക് മുമ്പിൽ രക്ഷപ്പെടണം നമുക്കില്ല. കാരണം എന്താ? ഹബീബായ മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് ജനങ്ങളെ നീ ഭയപ്പെടേണ്ടതില്ല, മറിച്ചോ നീ അല്ലാഹുവിനെയാണ് നീ ഭയപ്പെടേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നൊരു പാതയുണ്ട്. അവിടുത്തെ സ്വഹാബത്തും തബഉ താബിഈങ്ങളും കാണിച്ചു തന്നൊരു പാതയുണ്ട്. ഒരിക്കൽ മഹാനായ സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുന്തു ഫി മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ, മദീന പള്ളിയിൽ, മുബാറക്കായ മജ്ലിസിൽ നബി തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കേട്ട വളരെയധികം മബ്റൂക്കായ ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഫഖാമ ഫത, ഒരു ചെറുപ്പക്കാരനായ വ്യക്തി എണീറ്റ് നിന്നുകൊണ്ട് അൻസാരികളിൽ നിന്ന്
എണീറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിൻ അഫ്ളൽ, മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരാണ്? ആ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യന്മാരാണ്. ധാരാളം ഹജ്ജ് ചെയ്തവരുണ്ട്, ധാരാളം നിസ്കരിക്കുന്നവരുണ്ട്, ധാരാളം നോമ്പ് നോൽക്കുന്നവരുണ്ട്, ധാരാളം സ്വതക്ക നൽകുന്നവരുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ളതായ നന്മകൾ ചെയ്യുന്നവരും ആ സദസ്സിലുണ്ട്. ആ സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കുമ്പോൾ ഏതൊരു മുസ്ലിമാണ് നല്ലൊരു മുസ്ലിം എന്ന് ചോദിച്ചതിന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത് അഹ്സനുഹും ഖുൽഖാ, അവൻ സ്വഭാവം നന്നായവനാണ്. അവൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം അവൻ്റെ സ്വഭാവം നന്നായിട്ടുണ്ടോ അവനാണ് മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഒരുപാട് ഇബാദത്ത് 5 വക്ത് പള്ളിയിൽ വരും, സുബഹിക്ക് മുമ്പേ പള്ളിയിലെത്തും, തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാം ഉണ്ട്. പക്ഷെ അയാളുടെ സ്വഭാവം മോശമാണെങ്കിൽ അയാളെ എല്ലാ മനുഷ്യന്മാരും വെറുക്കുകയാണ് ചെയ്യുക. എന്നാൽ നേരെ മറിച്ചോ, നിസ്കാരമൊക്കെ അതായിട്ടൊരാൾ നിസ്കരിക്കുന്നുണ്ട്, അവൻ്റെ വ്യക്തിപരമായ ഇബാദത്ത് അവൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ജനങ്ങളോടൊക്കെ അവൻ്റെ പെരുമാറ്റവും സാമീപ്യവും വളരെ സരളമായ രീതിയിലാകുമ്പോൾ അയാളോട് എല്ലാവരും ഇഷ്ടമാണ് ഉണ്ടാവുക. ഇത് തന്നെയാണ് ഹബീബായ മുത്തനബി തങ്ങൾ പഠിപ്പിച്ചത്. കർമ്മങ്ങൾ നന്നാവുന്നതോടൊപ്പം, ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇനി പള്ളികൾക്കൊന്നും പോകേണ്ട, ഖുർആനൊന്നും ഓതേണ്ട, സ്വഭാവം നന്നാക്കാൻ മതി, അങ്ങനെ ചിന്തിക്കരുത്. മറിച്ചോ, നാം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ മാന്യതയ്ക്കും യോജിച്ച രീതിയിൽ നമ്മൾ ജീവിക്കണം. അപ്പോഴേ നമ്മൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ, യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. അപ്പോൾ സ്വഭാവം നന്നായ എല്ലാവരും ഇഷ്ടപ്പെടും, ഇല്ലെങ്കിലോ എത്ര യോഗ്യനായാലും ജനങ്ങൾ വെറുക്കും. ഈ ഒരു മറുപടി അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ രണ്ടാമതായിട്ട് ആ മനുഷ്യൻ നബി തങ്ങളോട് ചോദിച്ച രണ്ടാമതൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം എന്നറിയുമോ? ഫഅയ്യുൽ മുഅ്മിനീൻ അഖിയസ്, നബി തങ്ങളെ മുഅ്മിനീങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിശാലിയാണ്. ഒരുപാട് എഞ്ചിനീയറിങ്ങും അതുപോലെ IAS പാസ്സായ ആളാണോ ബുദ്ധിശാലി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി അക്സറുഹും ലിൽ മൗതി ദിക്റാ, ധാരാളമായി മരണത്തെ ഓർക്കുന്നവനാണ്. മരണത്തെ കൊതിക്കുന്നവനല്ല കേട്ടോ, മരിക്കുമെന്നുള്ള ചിന്തയുള്ളവനാണ് യഥാർത്ഥ ബുദ്ധിശാലി എന്ന് ലോകത്തിൻ്റെ നേതാവ് ജീവിതത്തിൽ ഒരിക്കൽ പോലും തമാശക്ക് പോലും കള പറയാൻ ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിശാലി മരണത്തെ ധാരാളമായി ഓർക്കും. എന്നിട്ടോ അഹ്സനുഹും, അവൻ നന്നാക്കി ഇസ്തിഅദാദൻ തയ്യാറാക്കി വെക്കും, മരിക്കാൻ പോകുമെന്നുള്ള ചിന്തയോടുകൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകിയതായ ആയുസ് 60 വയസ്സാണെങ്കിൽ 70 വയസ്സാണെങ്കിൽ അവൻ ചെറുപ്പം മുതലേ അവൻ്റെ മീസാനിലേക്കുള്ള നന്മകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിലും, പറയുന്ന ഏതൊരു വാക്കിലും, ചെല്ലുന്ന ഏതൊരു ദിക്റിലും, ഓതുന്ന ഏതൊരു ആയത്തിലും, ചെയ്യുന്ന ഏതൊരു നമസ്കാരത്തിലും, കൊടുക്കുന്ന ഏതൊരു സ്വതക്കയിലും സക്കാത്തിലും എല്ലാത്തിലും അവൻ്റെ ഓർമ്മ, ഞാൻ നാളെ മരിച്ചു പോയാൽ പിന്നെ എനിക്കൊരു പുനർജന്മമുണ്ട്. ഖബറിന്റെ അരികിലേക്ക് എൻ്റെ കൂട്ടുകാരും കുടുംബങ്ങളും ഒന്നടക്കം എന്നെ കൊണ്ടുപോയി ഖബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കൂരുളിൽ എന്നോടൊപ്പം ആരുമില്ല. ഞാനും എൻ്റെ കർമ്മങ്ങളും എൻ്റെ റബ്ബും മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് എന്ന ചിന്തയോടുകൂടി ജീവിച്ചിട്ട് അവനതാ ഖബല അൻ യൻസില ബിഹി, മരണം വരുന്നതിന് മുമ്പ്, ആ മരിക്കാൻ വേണ്ടി, ആഖിറ വിജയത്തിന് വേണ്ടി മരണത്തെ ധാരാളം ഓർത്തുകൊണ്ട് അതിനുവേണ്ടി ധാരാളം സന്നദ്ധനായ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഉലൈകൽ അഖിയസ്, അക്കൂട്ടനാണ് ഒരു യഥാർത്ഥ ബുദ്ധിശാലി എന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അൻസാരികളിൽപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി ഈ വിഷയങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഇത്രയും പറഞ്ഞ ശേഷം ആ മുബാറക്കായ മജ്ലിസിൽ ഒരുപാട് വ്യക്തികളുണ്ട്. അവിടെ നിന്ന് ആ വ്യക്തിയുടെ ആ മറുപടി പറയുന്ന ചോദ്യകർത്താവിൽ നിന്ന് ജനസമൂഹത്തിലേക്ക് നബി തങ്ങൾ മുഖം തിരിച്ചുകൊണ്ട് അവിടെ നിന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം,
എന്താണ് ആ പ്രഖ്യാപനം? ഫഅഖബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനങ്ങളിലേക്ക് മുന്നിട്ടു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളായ ആ സദസ്സിൽ നിന്ന് മുഹാജിരീങ്ങളാണ് ഉണ്ടായിരിക്കുക. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത ആളുകളാണ് മുഹാജിരീങ്ങൾ. ആ മുഹാജിരീങ്ങൾ വിളിച്ചുകൊണ്ട് പറയുന്നു, ലം തൽഹറൽ ഫാഹിഷ, ഒരു കുറ്റകൃത്യവും പ്രകടമാകൂല്ല, ഫീ ഖൗമിൻ, ഒരു സമുദായത്തിലും, ഖത്തുൻ, തീരെ പ്രകടമാകൂല്ല, ഹത്താ, ഏതുവരെ, യുഅ്ലിനൂന ബിഹാ, അത് പരസ്യമാകുന്നത് വരെ. പരസ്യമായാലോ ഇല്ലാ ഫശാഇഹിം, അവരിൽ വ്യാപകമായിരിക്കും അത്വാഊന വൽ ഔജാ, അത്വാഊന പകർച്ചവ്യാധികളും, വൽ ഔജാ പലതരത്തിലുള്ള രോഗങ്ങളും അവരിൽ പ്രകടമാകുമെന്നാണ്. അല്ലത്തി, എത്രത്തോളം, ലം തകുൻ മദത് ഫി അസ്ഫാലിഹിം, അവരുടെ മുൻഗാമികൾക്ക് കേട്ട് പരിചയമില്ലാത്ത, അവരുടെ മുൻഗാമികൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ളതായ രോഗങ്ങളെ കൊണ്ടും പകർച്ചവ്യാധികളെ കൊണ്ടും. നമുക്കറിയാം, നിപയും കൊറോണയും അതുപോലെ തന്നെ ക്യാൻസറും ട്യൂമറും ഒക്കെ പഴയ കാലങ്ങളിൽ കേട്ടിരുന്നു. ഓരോ കാലഘട്ടം മുന്നോട്ട് പോരുമ്പോഴും ഇതുവരെ കേൾക്കാത്ത പലതരത്തിലുള്ളതായ രോഗങ്ങളും പകർച്ചവ്യാധികളും നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. കുറ്റകൃത്യം വ്യാപൃതമാകുന്ന കാലത്ത്, അല്ലേ, ഫഹ്ഷ് എന്നതിന് തഫ്സീറുകൾ കാണാം. വാക്കിലും പ്രവൃത്തിയിലുള്ള മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾക്കാണ് ഫാഹിഷ എന്ന് പറയുക. അങ്ങനെ ഒരു ഫഹ്ഷത്ത് ഒരാളെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിൽ ഒരാൾ മതി. നമുക്കറിയാം, നമ്മുടെ വീടിന്റെ പുറത്ത് ഒരു എലി ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, ആ എലി ചത്ത് കിടക്കുന്ന വീടിന്റെ പുറത്തല്ലേ എലി ചത്ത് നമ്മൾ മെയിൻ ചെയ്യാതെ എന്താ അവസ്ഥ? അതിൻ്റെ ദുർഗന്ധം നമ്മുടെ വീടിനകത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങും. എന്നതുപോലെ തന്നെ നമ്മളുടെ സമൂഹത്തിനിടയിൽ പല തിന്മകളും നമ്മൾ കാണുമ്പോൾ നമ്മൾ അതിനെ അവഗണിച്ച് തള്ളിക്കളയുന്നു. കാരണം എന്താ? അത് നമ്മളെ നാട്ടിലല്ലല്ലോ. നമുക്കറിയാം, MDMA-യുമായി കഞ്ചാവുമായി പല കേസുകളിലും പല ചെറുപ്പക്കാരും പിടിക്കപ്പെടുമ്പോൾ നമ്മളൊരു സമാധാനം, നമ്മളെ മക്കളല്ലല്ലോ, നമ്മളെ നാട്ടുകാരല്ലല്ലോ. പ്രിയമുള്ളവരെ, ഒരു സമൂഹത്തിൽ, ഒരു സമാൻ, ഒരു കാലഘട്ടത്തിൽ ഒരു വിപത്ത് സംഭവിക്കുമ്പോൾ അത് നല്ലവരിലും ചീത്തവരിലും വ്യാപകമാകുമെന്നുള്ള കാര്യം സംശയമില്ല. ആ സമയത്ത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഉദ്ധരിച്ചൊരു ബൈത്തിൽ കാണാം. എന്താണെന്നറിയുമോ? അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നഈബു സമാനനാ വൽ ഐബു ഫീനാ. നമ്മളൊക്കെ പറയുന്നൊരു കാലഘട്ടമാണ് ഇന്ന്. വാപ്പയ്ക്കും മക്കൾക്കും തമ്മിൽ വല്ലാത്ത അന്തരം വരുന്ന കാലഘട്ടമാണ്. വാപ്പയും ഉമ്മയും തെറിവിളികളും അഭിഷേകം നടക്കുമ്പോൾ അത് കേട്ട് വളരുന്ന മക്കളാണ്. അതല്ലെങ്കിലോ സ്വന്തം വാപ്പയെ അല്ലെങ്കിൽ ഉമ്മയെ ചെറിയൊരു വീഡിയോ ഗെയിമിന് വേണ്ടിയിട്ട് കഴുത്തറുക്കുന്ന കാലഘട്ടമാണ്. നെറ്റില്ലാത്തതിൻ്റെ പേരിൽ ഉമ്മയെ വാതിൽ പൂട്ടിയിടുന്ന കാലഘട്ടമാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മാതാപിതാക്കളെ വിലമതിക്കാത്ത കാലം, മക്കളെ സ്നേഹിക്കാത്ത കാലം, എല്ലാം മൈ ചോയ്സാണ്. എൻ്റെ നേട്ടത്തിന് വേണ്ടി ആരെ അടിച്ചമർത്താനും ആരെ വഷളാക്കുവാനും ആരെ ആക്രമിക്കുവാനും തയ്യാറാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെയും. ഇതിനൊക്കെ നമ്മൾ പറയും, ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയൊക്കെ തന്നെ. ഉസ്താദെ, മക്കൾ പറഞ്ഞ കേൾക്കാതെ നമ്മളെന്താ, കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് മഹാനായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ ഈ ഡയലോഗിനെ എടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. നഈബു സമാനനാ വൽ ഐബു ഫീനാ വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. നാം കാലത്ത് കുറ്റപ്പെടുത്തുന്നു, സത്യത്തിലോ കുറ്റം നമുക്കാണുള്ളത്. വമാ ലിസമാനിനാ ഐബുൻ സിവാനാ. കാലത്തിന് എന്ത് കുറ്റാണുള്ളത്? 100 വർഷങ്ങൾക്ക് മുമ്പ് കിഴക്ക് തന്നെയാണ് സൂര്യൻ ഉദിച്ചിരുന്നത്, പടിഞ്ഞാറ് തന്നെയാണ് സൂര്യൻ അസ്തമിച്ചിരുന്നത്.
കാലഘട്ടത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. കാറ്റും കോളും മഴയുമെല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെയോ ഇവിടെ ജീവിക്കുന്ന മനുഷ്യനിക്കാണ് തെറ്റ്. ഒരു കുറ്റവും ചെയ്യാത്ത കാലഘട്ടത്തെ നമ്മൾ കുറ്റപ്പെടുത്തും. ഈ കാലത്തിനെങ്ങാനും സംസാരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ നമ്മെ കാലം ആക്ഷേപിക്കുമായിരുന്നു. ഒരു ചെന്നായ മറ്റൊരു ചെന്നായ തിന്നാറില്ല. എന്നാലോ മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ പച്ചിറച്ചി തിന്നുകൊണ്ടേയിരിക്കുന്നു. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് നോക്കൂ. എന്നാണ് നമുക്കറിയാം, ഷാഫി റഹ്മത്തുള്ളാഹി ഹിജ്റ 300, 400, 500 ആ കാലഘട്ടത്തിലാണ്. അന്നേ മഹാനുകൾ ഓർത്തുവെച്ച ഈ വരികൾ ഇന്നത്തെ കാലത്ത് എത്ര സത്യമാണ്. ഇന്നെല്ലാവരും നമുക്കൊരു കുഴപ്പമില്ല, കുഴപ്പമായിരിക്കുക ഇന്നത്തെ കാലഘട്ടത്തിന്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൽ നിന്ന് മാറ്റങ്ങൾ വേണമെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരോട് നമ്മൾ മാതൃകയായി കാണിച്ചു കൊടുക്കണം. നമ്മുടെ വാക്ക് രാവിലെ എണീറ്റ ഉടനെ ഉറക്കിൽ നിന്ന് ഉണരുന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് ഒരു ഉമ്മ ഉണരുന്നതെങ്കിൽ, ഒരു ഉപ്പ ഉണരുന്നതെങ്കിൽ, ആ ഒരു ദിക്റിനെ തൻ്റെ മക്കളെ കൊണ്ട് ശീലിപ്പിച്ചിരുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ആ നന്മ അവിടെ ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഞാനൊരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ആ വീടിൻ്റെ ആ ഒരു കയറുന്ന സ്ഥലത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലേണ്ട ദിക്ർ എഴുതി വെച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ബിസ്മിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വലദി ഹൗലി വലാ ഖുവ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദിക്ർ എഴുതി വെച്ചിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറുന്ന അവിടെ ബാത്റൂമിൽ കയറുന്ന ദിക്ർ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് താഴെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ട ദിക്ർ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ? ഞാൻ പഴയ സ്ഥലത്ത് ജോലി ചെയ്ത സ്ഥലത്തല്ല, നമ്മളെ ബെസ്റ്റിൽ വീട്ടിൽ പോയപ്പോൾ കണ്ട അവസ്ഥയാണ്. വല്ലാതെ സന്തോഷം തോന്നി. ആ മക്കൾക്ക് ജന്മം നൽകിയ ആ മാതാപിതാക്കൾ എത്ര അനുഗ്രഹം ചൊരിഞ്ഞവരാണ്. ആ മക്കൾക്ക് അതിനുവേണ്ട പ്രചോദനം നൽകിയ ആ മാതാപിതാക്കൾ കിട്ടിയ മക്കൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ കൊണ്ട് നന്മ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ എൻ്റെ മകൻ എൻ്റെ മകൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന പരാതി നമ്മൾ ഒരാളോട് പറയേണ്ടി വരില്ല. കാരണം മകൻ മാതൃകയാക്കിയത്, മകൾ മാതൃകയാക്കിയത്, മക്കൾ മാതൃകയാക്കിയത് സ്വന്തം പിതാവിനെയും സ്വന്തം മാതാവിനെയുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ കഴിവതും 5 വക്ത് നിസ്കാരം അദാ ആയി നിസ്കരിക്കുക, ജമാഅത്തായ നിസ്കാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. റവാത്തിബ് നമസ്കാരം കഴിവിൻ്റെ പരമാവധി ഓരോ നമസ്കാരത്തിന് മുമ്പും ശേഷമുള്ളതായ റവാത്തിബ് നമസ്കാരങ്ങൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഒരു ദിവസത്തിൽ തുടക്കം എന്ന് പറയുന്നത് കിടക്കപ്പാടയിൽ നിന്ന് നമ്മൾ എണീക്കുമ്പോൾ തന്നെ എണീറ്റിരുന്നു കൊണ്ട് ഉണർന്ന ഉടനെ എണീക്കരുത്. ഉണർന്ന ഉടനെ എണീക്കാൻ പാടില്ല. മറിച്ചോ കണ്ണ് തുറന്ന് ഒരു എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ, ജീവിതത്തിൽ കണ്ണ് തുറന്ന് ആദ്യമായി റബ്ബിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം കിടക്കപ്പായി നമ്മൾ ഉണരേണ്ടത്. അള്ളാഹിനോടൊപ്പം നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു, അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലദീ, എങ്ങനത്തെ അള്ളാഹുവാണ്, അഹ്യാനി, എന്നെ ജീവിപ്പിച്ച, ബഅദമാ അമാതനി, ഈ ചെറിയ മരണമാകുന്ന ഉറക്കിൽ നിന്ന് എന്നെ ഉണർത്തിയ റബ്ബിനാണ് സർവ്വസ്തുതിയും. വഇലൈഹിൻ നുശൂർ, എത്ര ഉണരൽ ഞാൻ ഉണരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അവസാനത്തെ ഉറക്കം, അവസാനത്തെ മടക്കം
അത് എൻ്റെ റബ്ബിനെ കാണുന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടി അർത്ഥപൂർണമായി റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ് കിടക്കപ്പായി നമ്മളെല്ലാവരും എണീക്കുന്നത്. എന്നിട്ടോ അവിടെ നിന്ന് എണീറ്റ് ബാത്റൂമിലേക്ക് പോകുമ്പോ പിന്നെയും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. ബിസ്മില്ലാ ബിസ്മില്ലാ, റബ്ബേ നിന്റെ നാമം കൊണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിനൽ ഖുബതി വൽ ഖബായിദ്, ഖുബതായ ഖബായിദായ ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് ബാത്റൂമിലേക്ക് പോവേണ്ടത്. മാത്രമല്ല, ബാത്റൂമിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യവും തുടങ്ങേണ്ടത് വലത് കൈ കൊണ്ടാണ്, വലത് ഭാഗം കൊണ്ടാണ്. വാഹനത്തിൽ കയറുമ്പോൾ വലത് കാല് വെച്ച് കയറണം, പള്ളിയിൽ കയറുമ്പോൾ വലത് കാല് വെച്ച് കയറണം. എന്നാൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് കാലാണ് മുന്തിക്കേണ്ടത്. ചെറുപ്പം മുതൽ നമുക്കറിയുന്ന കാര്യമാണ്. എത്ര പേർ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട്? സ്വന്തം ചിന്തിച്ചു നോക്കുക. ഈ ഞാനടക്കം എത്ര പേർ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിദ് എന്ന ദിക്ർ ചൊല്ലാൻ ഞാനും നിങ്ങളും തയ്യാറാവാറുണ്ടോ? സ്വന്തം നഫ്സിനോട് ചോദിക്കണം. പിശാചിൽ നിന്ന് കാവൽ ചോദിക്കും. പിശാചിന്റെ ആസ്ഥാന കേന്ദ്രമാണ് ഓരോ ശൗചാലയവും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ വലത് കാല് വെച്ചുകൊണ്ടാണ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടത്. ശൗചം ചെയ്തു കഴിഞ്ഞാൽ ശുദ്ധീകരണത്തിന് ശേഷം വീണ്ടും അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൽ നിഫാഖ് കാപട്യത്തിൽ നിന്ന് ശുദ്ധീകരിക്കണമേ. വഹസ്സിൻ ഫർജി, മോശമായ പ്രവർത്തനങ്ങൾ എൻ്റെ ഗുഹ്യഭാഗങ്ങളെ നീ സംരക്ഷിക്കണമേ. മിനൽ ഫവാഹിഷ്, ഫവാഹിഷിൽ നിന്ന് എൻ്റെ ഗുഹ്യഭാഗങ്ങളെ സംരക്ഷിക്കുകയും എൻ്റെ ഹൃദയത്തിൽ നിഫാഖ് കാപട്യത്തിൽ നിന്ന് റബ്ബേ എന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന ദിക്റാണ് ശൗചാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ആദ്യം ചെല്ലേണ്ടത്. പിന്നീട് ചെല്ലേണ്ടത് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചെയ്യേണ്ട ദിക്റാണ്. നോക്കൂ, എന്താ ബാത്റൂമിൽ പോലെ തെറ്റാണോ? ഇല്ല. എന്നിട്ടും നമ്മൾ ചൊല്ലേണ്ടത് എന്താ? ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിൽ അദാ വഅഫാനി എന്നുള്ള ദിക്റാണ്. പടച്ചോണ്ട് പൊറുക്കലിന് തേടുകയാണ്. ഗുഫ്റാനക. ബാത്റൂം തെറ്റായത് കൊണ്ടല്ല. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ അപ്പോഴും റബ്ബുണ്ട്. പക്ഷേ നാവിൽ നിന്ന് ബാത്റൂമിൽ വെച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറുമ്പോൾ അല്ലാഹുവിന്റെ ഇസ്മുകൾ ചുമന്നുകൊണ്ട് ബാത്റൂമിലേക്ക് കയറാൻ പാടില്ല. അതേപോലെ തന്നെ ബാത്റൂം വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദിക്റുകൾ ചൊല്ലാൻ പാടില്ല. ആ ദിക്റിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു സെക്കൻഡുകൾ, ആ ഒരു മിനിറ്റുകൾ, ആ മിനിറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ബാത്റൂമിൽ ഇറങ്ങിയ ഉടനെ ഉഫ്രാനൊക്കെ ചെല്ലുന്നത്, പൊറുക്കലിനെ തേടുന്നത്. എത്ര സൂക്ഷ്മതയാണ് നമ്മുടെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മമാർ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പിഞ്ചു മക്കൾ, ഇന്ന് മുതൽ നമ്മൾ നിത്യമാക്കണം ഉറക്കി നിന്നുണരുമ്പോഴുള്ള ദിക്ർ. ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ശുദ്ധീകരണത്തിന് ശേഷമുള്ളത് വേണം. ശുദ്ധീകരണത്തിൻ്റെ പ്രാർത്ഥന ശുദ്ധീകരണത്തിന് ശേഷമാണെങ്കിലും അത് ബാത്റൂം വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല, ബാത്റൂമിൽ ഇറങ്ങിയതിന് ശേഷമാണ്. അല്ലാഹുമ്മ തുഹിർ ഖൽബി, എൻ്റെ ഹൃദയം നീ ശുദ്ധീകരിക്കണമേ, മിനൻ നിഫാഖ് കാപട്യത്തിൽ നിന്ന്, വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്, ഫവാഹിഷിൽ നിന്റെ ഗുഹ്യത്തിന് സംരക്ഷിക്കണമേ എന്ന ദിക്ർ പതിവാക്കിയ ഓരോ യുവാവും വ്യഭിചാരത്തിലേക്ക് പോവില്ല, വ്യഭിചാരത്തിന് ചിന്ത വരൂല്ല. കാരണം എന്താ? ഓരോ പ്രാവശ്യവും അത് വൃത്തിയാക്കുമ്പോൾ റബ്ബിനോട് നമ്മൾ പറഞ്ഞതാണ്, റബ്ബേ അത് ശുദ്ധീകരിക്കൂ, അത് ശുദ്ധീകരണം, അതിന് സംരക്ഷണം അള്ളാഹുവിനോട് ചോദിച്ചതാണ്. ഇങ്ങനെ ആ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നിത്യമാക്കി കഴിഞ്ഞാൽ, ഒരു പ്രണയത്തിന് നമ്മുടെ മക്കൾ പെടൂല്ല, ഒരു കുറ്റകൃത്യത്തിന് നമ്മുടെ മക്കൾ പെടൂല്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് അത് ശീലിപ്പിക്കാനുള്ളതായ മാർഗം നമ്മൾ സ്വീകരിക്കണം. അതേപോലെ തന്നെ എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കണം. തഹജ്ജുദ് നിസ്കരിക്കുന്ന വീട്ടായിരിക്കണം നമ്മുടെ വീട്. തഹജ്ജുദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് നമ്മുടെ പഠന ക്ലാസ്സിൽ ഒരു ശൃംഖല തന്നെ വരാനുണ്ട്. ഓരോ നിസ്കാരത്തിൻ്റെയും പവിത്രതയും ശ്രേഷ്ഠതയും ഒക്കെ ഇത് ചുരുക്കത്തിൽ പറഞ്ഞു പോവുകയാണ്. രാത്രി ഉറങ്ങി ഉണർന്നതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് എന്നുള്ളത്. തഹജ്ജുദ് നിസ്കാരം ചില ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ട്. രാത്രി ഇശാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട്
രാവിലെ എണീറ്റിട്ട്, രാവിലെ സുബഹിൻ്റെ മുമ്പ് എണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അത് തെറ്റായ പ്രവണതയാണ്. തഹജ്ജുദിൻ്റെ അഫ്ളലായ സമയം രാത്രി 2-ാം പകുതിയുടെ തുടക്കത്തിലാണ്. രാത്രി 2-ാം പകുതി എന്ന് പറഞ്ഞാൽ മഗ്‌രിബ് ഇപ്പോൾ 7 മണിക്കാണ്. 7 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ സുബഹി 5 മണി. 5 മണിക്കാണെങ്കിൽ ഈ 7 മണിൻ്റെയും 5 മണി സെൻറ്റർ എവിടെയാണോ അതിനുശേഷമുള്ള തുടക്കത്തിലെ സമയം ശരിക്കും 7, 8, 9, 10, 11, 12, 1, 2, 3, 4, 5 10 മണിക്കൂറാണ്. അപ്പോൾ 7, 8, 9, 10, 11, 12 മണി കഴിഞ്ഞാൽ ഒരു 12 മണിയുടെയും 1 മണിയുടെയും സമയം, ആ സമയമാണ് അഫ്ളലായ സമയം എന്നുള്ളത്. തഹജ്ജുദ് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഉറങ്ങണം, ഇശാ നിസ്കരിക്കണം. ഇശാ നിസ്കരിച്ചതിന് ശേഷം ഒന്നുറങ്ങി എണീറ്റതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. ആ തഹജ്ജുദിന് ശേഷമാണ് വിത്ർ നിസ്കരിക്കേണ്ടത് അഫ്ളലായത്. എന്നാൽ നമ്മളൊക്കെ ഇശാക്ക് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തുകയും വേണ്ട. കാരണം നിർത്തിക്കഴിഞ്ഞാൽ തഹജ്ജുദ് ഉണ്ടാവില്ല, വിത്റും ഉണ്ടാവില്ല. അപ്പം ആദ്യം എന്ത് ചെയ്യുക, വിത്ർ നമ്മൾ ഇശാക്കിനെ നിസ്കരിച്ച് ശീലിക്കുക, പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. തഹജ്ജുദ് നിത്യമാക്കാൻ നമുക്ക് സാധ്യമായി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വിത്റിനെ തഹജ്ജുദ് ശേഷമാവുക. കാരണം രാത്രിയിലെ അവസാന നിസ്കാരം വിത്റായിരിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെയാണ് റവാത്തിബ് നിസ്കാരം. ഒരിക്കലും നമ്മൾ ഫർദ് നിസ്കരിക്കുന്നതോടൊപ്പം റവാത്തിബ് നിസ്കരിക്കുമ്പോൾ വലിയ പുണ്യമാണ് റവാത്തിബ് നിസ്കാരങ്ങൾക്കുള്ളത്. 22 റക്അത്താണ് റവാത്തിബ് ഉള്ളതെങ്കിൽ അതിൽ 10 റക്അത്ത് വളരെ പുണ്യമേറിയതാണ്. ളുഹ്റിൻ്റെ മുമ്പ് 2, ശേഷം 2, മഗ്‌രിബിക്ക് ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2. ഈ 10 റക്അത്ത് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഫർദ് നമസ്കരിക്കുന്ന അതേ ഒരു ലാഘവത്തോടു കൂടി നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിയണം. ഇൻഷാ അല്ലാഹ് ഓരോ നിസ്കാരത്തിൻ്റെയും പവിത്രതകളൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ വരും. ചുരുക്കത്തിൽ ഒരു സുബ്ഹിൻ്റെ ഒരു ഇത് മാത്രം ഞാൻ പഠിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, റകഅത്തുൽ ഫജ്രി ഖൈറൻ മിനദ് ദുനിയ വമാ ഫിഹാ. സുബ്ഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന വെസ്റ്റടപ്പറ്റിന് ഏറ്റവും വലിയ മുതലാളി, ആ മുതലാളിക്ക് അള്ളാഹു കൊടുത്ത റഹ്മത്തിനേക്കാൾ നിനക്ക് അത് ഉത്തമമാണെന്ന് ഹബീബായ മുത്തുനബി. ഈ വെസ്റ്റടപ്പറ്റ വേണ്ട, ഈ കേരള, ഈ ഇന്ത്യ, ഈ ലോകത്ത് വമാഫിയാന്നാണ്. ഈ ആകാശഭൂമികൾക്കിടയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നിന്റത് സ്വന്തമാകുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഖൈറാണ് സുബ്ഹിയുടെ മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് പതിവാക്കുക എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റവാത്തിബ് നിസ്കാരം ശീലമില്ലാത്ത ആളുകൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സുബ്ഹിൻ്റെ മുന്നത്തെ റവാത്തിബെങ്കിലും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ശീലമായി കഴിഞ്ഞാൽ ളുഹുറുണ്ട്, അത് ശീലമായി കഴിഞ്ഞാൽ അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇശാഇനൊക്കെ ഓരോന്നോരോന്നായിട്ടാണ് പതിവാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. വലിയ വലിയ ഗുണങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ ഓരോ നിസ്കാരത്തിൻ്റെയും പവിത്രത വരും. സുബ്ഹിൻ്റെ റവാത്തിബിൽ പ്രത്യേകം 1-ാമത്തെ റക്അത്തിൽ നമ്മൾ സൂറത്തുൽ അഅല, സൂറത്ത് അലന്നശ്റഹ്, ഷറഹ് എന്നല്ല പറയാം, ഷറഹ് സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ അലന്നശ്റഹ് സൂറത്തും 2-ാമത്തെ റക്അത്തിൽ ഫീൽ സൂറത്തും, അല്ലെങ്കിൽ 1-ാമത്തെ റക്അത്തിൽ അലന്നശ്റഹ് സൂറത്തും ഫീലും ഓതുക, 2-ാമത്തെ റക്അത്തിൽ കാഫിറൂനും കുലിയായ കാഫിർ സൂറത്തും കുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും 2 സൂറത്ത് ഓതൽ സുന്നത്തുള്ള റവാത്തിബ് നിസ്കാരമാണ്. ക്രിസ്മത്സരത്തിന് റബ്ബിലോട് നമ്മൾ ചോദിക്കലുണ്ട്, അത് ശ്രദ്ധിക്കലുണ്ടെന്ന് അറിയില്ല. 10 മണി കുറച്ച് അല്ലേ? അഥവാ 2 സൂറത്ത് ഓതൽ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ്. ഏത്? സുബ്ഹിയുടെ മുമ്പുള്ള റവാത്തിബ് നിസ്കാരം. 1-ാമത്തെ റക്അത്തിൽ അലന്നശ്റഹ് സൂറത്ത്, ഫീൽ അലം തറ കൈഫ അലഖു ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്ത്, 2-ാമത്തെ റക്അത്തിൽ കുൽ യാ അയ്യുഹാ സൂറത്തും കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാരായ സലഫുസ് സ്വാലിഹീൻ പഠിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് എത്ര ആൾ പതിവാക്കണമെന്ന് അറിയില്ല കേട്ടോ. സുബ്ഹിൻ്റെ ഒരു സുന്നത്താണ്. സുബ്ഹിയുടെ റവാത്തിബ് നിസ്കാരത്തിന് ശേഷം മുഖവും നെഞ്ഞും ഖിബിലയിലേക്കാകുന്ന രീതിയിൽ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും. ആ ചെരിഞ്ഞു കിടന്ന ആ ഇരുത്തത്തിൽ
اللهم رب جبريل وميكائيل وإسرافيل وعزرائيل وعملة عرشي ومحمد صلى الله عليه وسلم أجرني من النار എന്ന ദിക്ർ 3 തവണ ചൊല്ലുക. അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റാഫീല ഈ മലായികത്തൊക്കെ രക്ഷിതാവായ റബ്ബേ വഹമലത്ത് അർശിന്റെ അധിപനായ അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ രക്ഷിതാവായ അല്ലാഹുവേ അജ്ർനി മിനന്നാർ നരകത്തിൽ നിന്ന് എന്നെ കാക്കണം റബ്ബേ എന്നുള്ള ദിക്റാണ്. ഇത് പല ആളുകളും പതിവാക്കലില്ല. ഇത് വലിയൊരു സുന്നത്താണ്. സുബ്ഹിക്ക് പ്രഭാതി നിസ്കാരത്തിന് ശേഷം വലത് കൈവെള്ളയിൽ മുഖം വെച്ച് മുഖവും നെഞ്ഞും കിബിലയിലേക്കാകുന്ന രീതിയിൽ ചെരിഞ്ഞു കിടക്കുക, എന്നിട്ട് ഈ ദിക്ർ 3 വട്ടം ചൊല്ലുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ ഫറളായ നിസ്കാരങ്ങളൊക്കെ ദുഹറാവട്ടെ, അസറാവട്ടെ, മഗ്രിബാവട്ടെ, ഇശാ ആവട്ടെ ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയോ, അതിനുള്ള അവസരം ഉണ്ടോ, പാഴാക്കാതിരിക്കുക. നമ്മളൊക്കെ പല ജോലിക്ക് പോകുന്നവരാണ്, പല തിരക്കിലൊക്കെ പെടുന്ന ആളുകളാണ്. അവസരം ഉണ്ടെങ്കിൽ പാഴാക്കരുത്. അത് പള്ളിയിൽ തന്നെ ആവണമെന്നില്ല. എത്രത്തോളം ഒരാൾ ദുഹർ നിസ്കരിച്ചു സങ്കല്പിക്കുക, പിന്നീടാണ് ഒരാൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഒരാൾ ഒറ്റക്ക് ദുഹർ നിസ്കരിച്ചു, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കും, പിന്നീട് ഒരാൾ നിസ്കരിക്കാൻ വന്നപ്പോൾ അയാൾക്ക് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ദുഹർ നിസ്കരിക്കുക സുന്നത്താണ്. ജമാഅത്തിന് അത്രയും പുണ്യമുണ്ടെന്നാണ്. അപ്പം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി, പ്രത്യേകിച്ച് ഉമ്മമാർക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് നിസ്കരിച്ചാൽ 2 നേട്ടമാണ്. ഒന്ന്, ആ കുടുംബത്തിൽ ഐക്യം വളരും. ജമാഅത്ത് നിസ്കരിക്കുന്ന വീട്ടിൽ ഉമ്മയോട് മക്കൾക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും, മരുമക്കൾക്ക് ഉമ്മയോട് വല്ലാത്ത സ്നേഹമായിരിക്കും, ആ ഉമ്മാക്ക് മരുമക്കളോട് വല്ലാത്ത സ്നേഹമായിരിക്കും. കാരണം അവരുടെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന കുടുംബത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുൽ റഹ്മത്തുമായിട്ട് ഇറങ്ങി വരുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലെ ഏറ്റവും വലിയ റഹ്മത്താണെന്ത്? വീട്ടിലെ അംഗങ്ങൾ ഐക്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. ഇന്ന് കൂട്ടുകുടുംബങ്ങൾ പലതും അസ്തമിച്ചത് വീട്ടിൽ റൂമില്ലാഞ്ഞിട്ടല്ല, അല്ല റൂം കേട്ട സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഐക്യമില്ലായ്മയാണ്. ഐക്യമില്ലാതെ കൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാവുന്നത് കല്യാണം കഴിയുമ്പോഴേക്കിന് വേറെ പോകുന്നത്. പക്ഷെ അത് വേറെ സുന്നത്തും ഉണ്ട്. ഒരാൾ പെണ്ണിട്ട് കഴിഞ്ഞാൽ ആദ്യം വേണ്ട എന്താ? പെണ്ണിന് ചെലവ് കൊടുക്കാൻ കഴിവുണ്ടാവണം. നഫഖത്ത്, കിസ്വത്ത്, മർക്കബ്, ഈ 3 സാധനമാണ്. അവൾക്കുള്ള ഭക്ഷണം, അവൾക്കുള്ള വസ്ത്രം, അവൾക്കുള്ള പാർപ്പിടം. ഇത് ഒരു ഭർത്താവിൻ്റെ പേര് ഉത്തരവാദിത്തപ്പെട്ടതാണ്. ആ ഒരു സുന്നത്ത് ചിന്തിച്ചുകൊണ്ട് വേറെ പോണ ആൾക്കാരുണ്ട്. പക്ഷെ മർമ്മപ്രധാനമായിട്ടും വേറെ പോണ മെയിൻ കാരണം എന്താ? നമ്മുടെ കുടുംബത്തിൽ ഐക്യമില്ലായ്മയാണ്. അതല്ലെങ്കിലോ ഉള്ള ഐക്യം തകരുന്നുള്ള ചിന്തയാണ്. ഈ പോക്ക് പോയാൽ ചിലപ്പോൾ ഇപ്പോഴുള്ളതായ ഐക്യം തകരും. അവിടെ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാം, ഇപ്പം നല്ല പോവുകയാണെങ്കിൽ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല എന്നുള്ള ചിന്ത വരും. ഏതായിരുന്നാലും വീട്ടിൽ ഐക്യമുണ്ടാവാൻ ഏറ്റവും ഉമ്മമാർ ചെയ്യേണ്ട ഒരു മർമ്മപ്രധാനപ്പെട്ട ഒരു ജോലിയാണ്, അതിൽ ഒരു ഉത്തരവാദിത്തമാണ്. വീട്ടിലുള്ള സ്ത്രീ അംഗങ്ങളൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ട് ജമാഅത്ത് അനുഷ്ഠിക്കുന്നു. വീട്ടിലുള്ള പുരുഷാംഗങ്ങളൊക്കെ, ആൺകുട്ടികളാവട്ടെ പുരുഷന്മാരാവട്ടെ, ബാങ്ക് വിളി കേട്ടാൽ ഉടനെ പള്ളിയിലേക്ക് പോകാൻ പ്രചോദനം നൽകുന്നു. ഇത് ഉമ്മമാർ ചെയ്യേണ്ട പണിയാണ്. ആ വീട്ടിൽ ഐക്യമുണ്ടാകും, സന്തോഷമുണ്ടാകും. ഇതൊക്കെ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് സുബ്ഹിക്ക് ശേഷം കഴിയുമെങ്കിൽ ഒരു യാസീൻ ഓതുക. ഒരു യാസീൻ ഓതി അല്ല ഒരു ജുസ് ഓതാൻ കഴിയുമെങ്കിൽ സുബ്ഹിക്ക് ശേഷമാണ് ഓതേണ്ടത്. ഇനിയോ അതല്ലെങ്കിൽ ഇൽമുമായി ബന്ധപ്പെടുക. 2 പണിയാണ്. ഒന്നില്ലെങ്കിൽ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ഇൽമുമായി ബന്ധപ്പെടുക. നമ്മൾ പള്ളിയിൽ സുബ്ഹിക്ക് ശേഷം ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കാതെ അപ്പുറത്ത് ഒരു ഖുർആനത്തിന് പുണ്യമില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇൽമിൻ്റെ മജ്ലിസിൽ 1 മണിക്കൂർ പങ്കെടുത്ത രാത്രി മൊത്തം നിസ്കരിച്ച കൂലിയാണ് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഉത്തമം ഇൽമു പഠിക്കലാണ്. ആ ഖുർആനല്ലേ ഏറ്റവും വലുത്. ഖുർആൻ ഓതണ്ടെന്നല്ല, ഏറ്റവും പുണ്യമുള്ള ഇൽമു പഠിക്കാനാണ്. അല്ലെങ്കിൽ ഖുർആൻ ഒരു ജുസ് ഓതാൻ കഴിയുന്ന ഒരു ജുസ് ഓതുക. ഒരു 30 ഓരോ ദിവസം ഒരു ജുസ് ഓതി 1 മാസം കൊണ്ട് ഹത്തം തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. റമദാർക്ക് മാത്രമല്ല ഹത്തം തീർക്കുള്ളത്, ജീവിതത്തിനൊരു ഭാഗമാക്കുക. 40 ദിവസത്തിലേക്കാൾ ഒരു ഹത്തമിനെ ഭിന്നിപ്പിക്കാനും പാടില്ല. അത് കറാഹത്താണ്. നമ്മൾക്ക് കറഹത്തോതുമല്ലോ, എനിക്ക് ഒഴിവുണ്ടാകും നമ്മളൊക്കെ ഞാൻ ഓരോ പേജ് 2 പേജ് അങ്ങനെയൊക്കെ ഓതും. ഒരു 6 മാസം കൊണ്ടൊക്കെ ഒരു ഹത്തം തീരും എന്നുള്ള ആ ഒരു അത് ശരിയാരുമല്ല.
അത്രക്കാർക്ക് ഏറ്റവും നല്ലത് എന്നും പതിവാക്കൽ സുന്നത്തായ യാസീന്, മുൽക്ക്, അർ-റഹ്മാന്, വാഖിയ, സജദ, അതുപോലെ തന്നെ ആയത്തുകളായ ആമന റസൂലു, ആയത്തുൽ കുർസി, ലൗ അൻസൽന, ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ ആവർത്തിച്ചോതലാണ്. 40 ദിവസത്തിനുള്ളിൽ ഖത്തം തീർക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഖത്തം തീർക്കാൻ പാടുള്ളൂ. അത് ശരി, ഖത്തം ഓതണ്ടെന്നല്ല കേട്ടോ. ഖത്തം തീർക്കാൻ ഒന്നുകൂടി പ്രചോദനമാവാൻ വേണ്ടി പറയാണ്. ഓതണം ഒന്നുകൂടി കൂട്ടിങ്ങാണ്ട് 40 ദിവസത്തിനുള്ളിൽ അവസാനിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മുസ്ലിമിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽ നിന്ന് 6 മർമ്മമാണ്. ആ 6 കാര്യങ്ങൾ നിത്യജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. ഒന്ന്, ഇദാ ലഖീത വസല്ലിം അലൈഹി, കണ്ടുമുട്ടി ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമെ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞ് ശീലിക്കണം. ഉസ്താദിനെ കാണുമ്പോൾ മാത്രമല്ല സലാം പറയണം, ഉമ്മാനെ കാണുമ്പോൾ സലാം പറയണം. മക്കൾ വീട്ടിൽ നിന്ന് മദ്രസയ്ക്ക് വരുമ്പോൾ ഉമ്മയോട് സലാം പറയണം. വീട്ടിൽ ഉപ്പയോട് സലാം പറയണം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയണം. സ്കൂളിലേക്ക് പോകുമ്പോൾ സലാം പറയണം. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യയോട് സലാം പറയണം. ഇങ്ങനെ എപ്പോഴും കുടുംബപരത്തിൽ മാത്രമല്ല, ആ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ റോട്ടിൽ അയൽവാസിയായ ഒരു മുസൽമാനെ കാണുമ്പോൾ അവനോട് സലാം പറയണം. ഈ സലാമിനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ചെയ്യേണ്ട ബാധ്യതയാണ്. എത്രത്തോളം എന്നറിയുമോ? ഇബാദത്തുൽ കൂട്ടത്തിൽ ഏറ്റവും കൂലി കിട്ടുന്നത് ഫറലായ ഇബാദത്തിനാണ്. എന്നാൽ ഫറലുകളിനേക്കാൾ കൂടുതൽ പുണ്യം കിട്ടുന്ന സുന്നത്താണ് ഏത്? സലാം എന്നുള്ളത്. സലാം പറയൽ സുന്നത്തും മടക്കൽ ഫറലുമാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഈ സുന്നത്തായ കർമ്മം ചെയ്ത ആൾക്കാണ്, ഈ ഫറല് ചെയ്ത ആൾക്കാണ് കൂലി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സലാം വ്യാപിപ്പിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഇദാ ദഅക ഫഅജിബഹു, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. വഇൻ സഹറൻ സഹദഹു, സദുപദേശം തേടിയ നന്മ ഉപദേശിക്കുക. വഇദ അതറ ശമ്മിതു, ഒരാള് തുമ്മിയവൻ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അതിന് പകരമായിട്ട് യർഹമുക്കല്ലാഹ് എന്ന് തിരിച്ചു പറയുക. അതുപോലെ വഇദാ മരിദ ഫഅദഹു, രോഗിയായാൽ സന്ദർശിക്കുക. അതുപോലെ തന്നെ വഇദാ മാത ഫത്തബിഹു, മരിച്ചാൽ ജനാസ അനുഗമിക്കുക. ഇതൊരു മുസ്ലിം മറ്റൊരു മുസ്ലിമോട് ചെയ്യേണ്ട ബാധ്യതകളിൽ 6 ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, കണ്ടുമുട്ടിയാൽ സലാം പറയുക. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. പിന്നെ സതുപദേശം തേടിയാൽ നന്മ ഉപദേശിച്ചു. ഒരാൾ നമ്മളോട് ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ തളർത്തുന്ന ഒരു കാര്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അയാളെ കുടുക്കത്തിൽ പെടുന്ന ഒരു കാര്യം പറയാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ കുട്ടി തമ്മിൽ എന്തായി, ഒരു ചെറിയൊരു സൗന്ദര്യ പിണക്കുണ്ടായി, സംഘടിപ്പിക്കുക. അപ്പോൾ ഇവനോട് വന്നിട്ട് എന്ത് ചെയ്തു? ഇവർ തമ്മിൽ ചെറിയ പിണക്കുണ്ടായി എന്ന് പറഞ്ഞു. ഇവരെന്താണ് മുപ്പിച്ചു കൊടുത്തു. അവനല്ലേ അങ്ങനെ തന്നെയാണ്, ജിജുവാണ് മുണ്ടാൻ പോണ്ട, അങ്ങോട്ടാ എന്നുള്ള വർത്താനാവരുത്. മറിച്ചോ അവർക്കിടയിലുള്ളതായ ഭിന്നിപ്പിനെ വേർതിരിക്കാൻ നിന്റെ കയ്യിലുള്ള ടിപ്സുകളാണ് ഉപയോഗിക്കേണ്ടത്. ഒരാൾ നമ്മളോട് ഒരു കാര്യം സജഷൻ ചോദിക്കുമ്പോൾ നന്മ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യമോ, തുമ്മിയ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ തിരിച്ച് റഹ്മത്തുള്ള പറയുക. 5ാമത്തെ കാര്യം, രോഗിയായാൽ സന്ദർശിക്കുക. 6ാമത്തെ കാര്യം, മരിച്ചാൽ ജനാസ അനുഗമിക്കുക. ജനാസ അനുഗമിക്കൽ വളരെ വിശാലമായ ചർച്ചയാണ്. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുട്ടികൾ ഫറദ് കിഫായാണ് ജനാസ സംസ്കരണം എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ പതിവാക്കാൻ നമ്മൾ സന്നദ്ധത പുലർത്തണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണത്തോട് ചെയ്യേണ്ട അദബുകളൊക്കെ പാലിക്കുക എന്നുള്ളത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും വായും വൃത്തിയാക്കണം. വലത്തെ കൈ കൊണ്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം നമ്മളെന്ത് ചെയ്യും, കയ്യിൽ ഫോണും ഉണ്ടാകും, എന്നിട്ട് ആ പൈപ്പ് തിരിച്ചാണ്ട് അല്ലേ നേരെ ഒന്ന് ഭക്ഷണം കഴിക്കും. ഈ ഫോൺ എപ്പോഴും ഇങ്ങനെ തോണ്ടുണ്ടാകും. വലിയൊരു സുന്നത്താണ് നഷ്ടപ്പെടുന്നത്. ഭക്ഷണത്തിനോട് ചെയ്യുന്ന ആദ്യത്തെ മര്യാദയാണെന്ത്? 2 കൈയും വായും വൃത്തിയാക്കുക എന്നുള്ളത്. കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക. കുടുംബം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ വീട്ടിൽ വലിയ ബർക്കത്തായിരിക്കും. ഒരു വീട്ടിൽ വാപ്പുണ്ട്, 2 മക്കളുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. സങ്കല്പിക്കുക, ഈ ഒരു എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. വട്ടമേശ സമ്മേളനം അത് സുന്നത്തായ കർമ്മമാണ്. നമ്മളൊക്കെ പറയും ഭക്ഷണം വർത്താൻ പറയാൻ പാടില്ല. ഭക്ഷണം വായിലിരിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് ഹബീബായ മുത്തനബി പഠിപ്പിച്ചിട്ടുള്ളൂ. ഭക്ഷണമേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് കുടുംബാംഗങ്ങൾ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് വട്ടമേശ സമ്മേളനത്തിലാണ്. അത് തെറ്റായ കാര്യമല്ല. പക്ഷേ അതിനായിട്ട് സൊറ പറഞ്ഞിരിക്കരുതല്ല, ഭക്ഷണത്തിന് അനാദരവാണ്.
ഭക്ഷണം കഴിക്കുമ്പോൾ പാപ്പാക്ക് ഒരാളും ഉമ്മാക്ക് ഒരാളും അവിടെ ഭക്ഷണ മേശ തീരണം. അത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാഹില്ലദീ അത്അമനീ ഹാദാ വറസഖനീഹി മിൻ ഖൈരിൻ ഹൗലിൻ വലാ ഖുവാ. അല്ലാഹുവോട് പറയുകയാണ്, ഇത് ഭക്ഷണ മേശയിൽ ഇരുന്നു കൊണ്ടാണ് ദുആ ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ, എങ്ങനത്തെ അല്ലാഹുവാണ്, അത്അമനി, എന്നെ ഭക്ഷിപ്പിച്ച, ഹാദാ വറസഖനീഹി, ഈ ഭക്ഷണത്തെ, മിൻ ഖൈരി ഹൗലിൻ വലാ ഖുവാ, എൻ്റെ ഒരു ശക്തിയോ കഴിവോ കൂടാതെ എനിക്ക് ഭക്ഷണം എത്തിച്ചു തന്ന എൻ്റെ റബ്ബിനാകുന്ന സർവസ്തുതിയും എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. അതേപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വലത്തേതിനെ മുന്തിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ തൗബ വറസഖനി മിൻ ഖൗരി ഹൗലി വലാ ഖുവ എന്ന് ദിക്ർ ചൊല്ലുക. അല്ലാഹുവേ, അൽഹംദുലില്ലാഹി, അല്ലാഹുവിനാണ്, അല്ലദീ കസാനി, എന്നെ ഈ ധരിപ്പിച്ച, ഹാദാ തൗബ, ഈ വസ്ത്രം ധരിപ്പിച്ച അല്ലാഹുവിനാണ്. ഒരു കഴിവോ ശക്തിയോ എനിക്കില്ല, എനിക്ക് ഈ വസ്ത്രം ധരിപ്പിച്ച എൻ്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്ന് ദിക്ർ ചൊല്ലുക. പിന്നെയോ പൗഡർ ഇടുമ്പോൾ, കണ്ണാടിയിൽ നോക്കുമ്പോൾ, ആ കണ്ണാടിക്ക് നോക്കിയിട്ട് നമ്മുടെ മുഖം കാണുമ്പോൾ റബ്ബിന് ഓർമ്മ നമുക്ക് വരണം. എന്നിട്ട് അവിടുന്ന് ചെല്ലണം, അൽഹംദുലില്ലാഹില്ലദീ ഖലഖനീ ഫവസ്സാനീ, എന്നെ സൃഷ്ടിച്ച, എനിക്ക് രൂപം നൽകിയ എൻ്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും. അല്ലാഹുവോട് ദുആ ചെയ്യ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖീ, അല്ലാഹുവേ എൻ്റെ സ്വഭാവം നന്നാക്കി തരണം അല്ലാഹ്, കമാ ഹസ്സൻത ഖൽഖീ, എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കി തന്ന പോലെ എൻ്റെ സ്വഭാവം നന്നാക്കി തരണം അല്ലാഹ്. ഇത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് തീരെ കാണാൻ കഴിയാത്ത അവയവാണല്ലോ നമ്മുടെ കണ്ണ്. ആ കണ്ണും നോക്കിയിട്ടുള്ള ഡയലോഗാണ്, എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കി തന്ന റബ്ബേ എൻ്റെ സ്വഭാവം നന്നാക്കി തരണേ എന്നുള്ളത്. അവിടെയും റബ്ബിന് ഓർമ്മ വരുന്ന ഒരു മുസൽമാനായി നമുക്ക് കഴിയണം. അതുപോലെ വസ്ത്രം അഴിച്ചു വെക്കുമ്പോൾ ബിസ്മില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന ദിക്ർ ചൊല്ലണം. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ഇനി ഒരു യാത്രയാണ്, പള്ളിയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ മദ്രസയിലേക്ക് പോവാണ്, ജോലിക്ക് പോവാണ്, അപ്പോഴൊക്കെയും ചൊല്ലേണ്ട ദിക്റാണ് എന്ത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. അതോടൊപ്പം തന്നെ ദീർഘയാത്രയാക്കി നമ്മൾ പോവുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലമ ഔ ഉദ്ലമ ഔ അജ്ഹല അൻ യുജ്ഹല അലയ്യ എന്നുള്ള ദിക്റാണ് ചൊല്ലേണ്ടത്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു, അൻ അദല്ല ഔ ഉദല്ല, വഴി തേടുകത്തിൽ നിന്നും, വഴി തെറ്റിക്കുന്നതിൽ നിന്നും, അതുപോലെ വഴുതി വീഴുന്നതിൽ നിന്നും, വഴുതിയുന്ന മാർഗങ്ങളിൽ നിന്നും, അക്രമത്തിൽ നിന്നും, അതുപോലെ തന്നെ ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും, അതുപോലെ തന്നെ അജ്ഞതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്നും, ആ അറിവില്ലാത്ത പെരുമാറ്റത്തിൽ നിന്നും റബ്ബേ എനിക്ക് നീ കാവൽ നൽകണേ എന്ന് ചൊല്ലിയിട്ടാണ് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടത്. അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹി ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ ചൊല്ലിയിട്ടാണ് പുറത്തിറങ്ങേണ്ടത്. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മേഖലകളുണ്ടോ അതിലൊക്കെയും ചൊല്ലേണ്ട, പറയേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. അതൊക്കെയും ജീവിതത്തിൽ പകർത്തുക. ഞാൻ നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. 20 കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. 37 കാര്യം ഞാൻ എഴുതി കൊടുത്തു വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് അധികമൊന്നുമില്ല, കുറച്ച് ഞാനിന്ന് പ്രിന്റ് എടുത്തിട്ട് മെനാറ്റൂര് പോയപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നത് കൊണ്ടുപോകാം. ഒരു നിത്യജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടതായ കാര്യങ്ങളാണ്. രാവിലെ ഉണർത്തുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ എല്ലാ ദിവസവും നമ്മളൊക്കെ പതിവാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്.
ചെറിയ രൂപത്തിലാണ്. കുറേ കാര്യങ്ങളുണ്ട്. വുദൂവിന് ശേഷമുള്ള ദുആ ഉണ്ട്, വുദൂവിൽ മുൻകൈ കൊണ്ടുമ്പോൾ ഇതൊക്കെ നിത്യജീവിതത്തിൽ വേണ്ടതാണല്ലോ. ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളുമാണ്. എന്നെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഒരു വലഹാസിൽ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു പ്രിൻ്റ് ഔട്ടാണ്. അതിൻ്റെ ഹെഡിങ് തന്നെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട തിരുസുന്നത്തുകൾ, ഇത് നിത്യമാക്കിയാൽ മതിയാവും നിങ്ങൾ വിജയിക്കാൻ എന്ന ഹെഡിങ്ങിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്നും നമ്മുടെ മദ്രസ മക്കളോടോ അല്ലെങ്കിൽ ഇന്ന് പോകുന്ന സമയത്തോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കൊണ്ടുപോവുകയും ജീവിതത്തിൽ പകർത്തുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഉസ്താദിൽ നിന്ന് വാങ്ങാവൂ എന്നുകൂടി ഉണർത്തുകയാണ്. ഇത് കേവലം എല്ലാവർക്കും വിരുദ്ധം ചെയ്യാനല്ല. അൽ ഇൽമു ഖയ്യിദു ബിൽ കിതാബ എന്നാണ്. പഠിച്ച ഇൽമ് എഴുത്തുമായി ബന്ധിപ്പിക്കുക എന്ന് മഹാധർമ്മ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ഭാഗമാണ് ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പകർത്തുക എന്നുള്ള തിരുസുന്നത്ത്. മാത്രമല്ല, നമ്മൾ കാരണം ഒരാൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് അയാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂലി അത് കാരണക്കാരായ ആൾക്കും ഉണ്ടാകും. അപ്പോൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഉമ്മമാരാണെങ്കിലും മക്കളാണെങ്കിലും കാരണവന്മാരാണെങ്കിലും ഒക്കെയും ഇത് കൊണ്ടുപോവുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് സമയം അധികരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും അല്ലാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരെ ഉൾപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ലാസ്സിൽ വല്ല സംശയമുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ അടുത്ത് എഴുതി കൊടുത്തയക്കുകയോ അതിന് ഉസ്താദിൻ്റെ വാട്സപ്പിൽ അയച്ചു തരികയോ ഒക്കെ ചെയ്യാവുന്നതാണ്. സംശയ ദൂരീകരണം നടത്തിക്കൊണ്ട് വരുന്ന ഓരോ ദിവസവും നൽകുന്ന ഓരോ അറിവുകളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നാളെ ആഖിറ ജീവിതത്തിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എണീറ്റിക്കും ഇൻഷാ അല്ലാഹ്. ചെറിയൊരു ദുആ ഇൻഷാ അല്ലാഹ് നിസ്കരിച്ചുകൊണ്ട് പിരിഞ്ഞു പോകാം. കഴിഞ്ഞ ദിവസത്തിൽ നമ്മുടെ മദ്രസയിൽ ഉസ്താദുമാരായ പാവപ്പെട്ട ഉസ്താദുമാർക്കൊരു സഹായഹസ്തമായിട്ട് മുഅല്ലിം ഡേ ഫണ്ട് കളക്ഷൻ നടത്തിയിരുന്നു. ഒരുപാട് ആളുകൾ അതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗഡുവായിട്ട് ഒരു 5560 രൂപയാണ് നമ്മളതിലേക്ക് നൽകിയത്. പിന്നീട് അത് നമ്മുടെ ടാർഗറ്റ് പൂർത്തിയായില്ല എന്ന് നമുക്ക് വാട്സപ്പിൽ അയച്ചപ്പോൾ വീണ്ടും ഒരു 600 രൂപയും കൂടി ലഭിച്ചു. ആ 600 രൂപയും നമ്മൾ അതിലേക്ക് അടച്ചിട്ടുണ്ട്. അള്ളാഹുവുമായി ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദും അല്ലാഹു മനസ്സിലാക്കി തരട്ടെ. ആമീൻ. റബ്ബിന്റെ 3 സ്വലാത്തിൽ തരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد أرحم الراحمين ملك الملوك يا രാജാതിരാജനായ റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സ് നീ കബൂൽ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമായ ഇൽമിനെ നാഫിയായ ഇൽമാക്കി മാറ്റി തരണം. ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകണം. അല്ലാഹുവേ ജീവിക്കുന്ന കാലമത്ത് നിന്റെ ത്വാഅത്ത് നിന്റെ തൃപ്തിയുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം. റഹ്മാൻ, ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ അവർക്ക് നീ പ്രത്യേകം ഖൈർ നൽകണം. പ്രത്യേക ഇന്ന ദിവസം മദ്രസയിൽ നടന്ന ഫണ്ട് കളക്ഷനിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ പല രീതിയിലും പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനേ, എല്ലാ സംഭാവന നീ സ്വീകരിക്കണം. മരണപ്പെട്ടവര് ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. മക്കളുടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം ലഭ്യമാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. ഉമ്മയുടെ രോഗം ശിഫയാവാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഭർത്താവിന്റെ ജോലി സ്വഹിയാവാൻ ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. ഇങ്ങനെ തുടങ്ങി അനവധി പല കാരണങ്ങളെ കൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ പേര് പറയാതെ ഉദ്ദേശം പറയാതെ ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഉസ്താദുമാർ നൽകിയ കബറി സംഭാവന കൊടുത്തയച്ചവരുണ്ട്. ഇന്ന് ഈ നടന്ന പഠന ക്ലാസ്സിൽ ബക്കറ്റിൽ ചെറുതുമായി സംഭാവന നൽകിയവരുണ്ട്. റഹ്മാനെ, എല്ലാം നീ സ്വീകരിക്കണം. എല്ലാം നീ
നീ നേടിയെടുക്കണം അല്ലാ. എല്ലാവരുടെയും ഹലാലായ മുറാദുൽ ഹാസിലാക്കണം അല്ലാ. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ്ണ ശിഫ നൽകണം അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാ. ജീവിച്ചിരിക്കുന്ന ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണം അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على جميع الأنبياء والرسل الحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصلى الله على جميع الأنبياء والرسل الحمد لله رب العالمين. എല്ലാവരും വലിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തി വസിയത്ത് ചെയ്യുന്നു. അതുപോലെ കഴിഞ്ഞോ? ഇനി ഉണ്ടൊരു ബാലൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ബാക്കി കൊടുക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.